ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്യൂൺ അറ്റൻഡർ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ LDC VEO എക്സാമുകൾക്കും ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് INC രചിച്ചത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഈ പട്ടാഭി സീതാരാമയ്യ ഇദ്ദേഹത്തെയാണ് ഈ INCയുടെ ഒഫീഷ്യൽ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഔദ്യോഗിക ചരിത്രകാരൻ, ദ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC എന്നറിയപ്പെട്ടത് ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. INC എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ. സിനിമ ആക്കിയ ആദ്യത്തെ മലയാള സാഹിത്യകൃതി, സിനിമ ആക്കിയ ആദ്യത്തെ മലയാള സാഹിത്യകൃതിയാണ് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ്. ഏത് അണക്കെട്ടാണ് ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമ ബംഗാളിൽ പണിതീർത്തത്? ഓക്കെ. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമ ബംഗാളിൽ പണിതീർത്തത് ഏത് അണക്കെട്ടാണ്? ഫറാക്ക അണക്കെട്ട്. ബിഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ബിഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബിഹാർ ഗാന്ധി. ദേശീയ സമ്മതിദായക ദിനം, ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25. ഇന്നാണ് ജനുവരി 25. ഇന്ന് ദേശീയ സമ്മതിദായക ദിനമാണ്. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് റിപ്പബ്ലിക് ഡേ. അങ്ങനെ ഓർത്തു വയ്ക്കുക. ഭരതനാട്യം ഉത്ഭവിച്ച നാട് ഏതാണ്? ഭരതനാട്യം ഉത്ഭവിച്ച നാട് ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ പഞ്ചാര കിണ്ണം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ പഞ്ചാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. പാവങ്ങളുടെ ഊട്ടി ഏതാണ്? പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. അന്തർദേശീയ അണ്ടദിനം, അന്തർദേശീയ അണ്ടദിനം ഒക്ടോബർ 15 രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം. രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ റവല്യൂഷൻ എന്ന് പറയുന്നത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്? മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്തതിന് നിശാന്ധത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ്. ഇത് ഇവിടെ ST എന്ന് അറിയാതെ വന്നു പോയതാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ്. തൃശ്ശൂർ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? തൃശ്ശൂർ പട്ടണത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പട്ടണത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ്. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ പിതാവ് പെരിക്ലീസ്. ദെൻ തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? തൈക്കോട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. നളചരിതം കിളിപ്പാട്ടിൻ്റെ രചയിതാവ് ആരാണ്? നളചരിതം കിളിപ്പാട്ടിൻ്റെ രചയിതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു. മുള്ളില്ലാത്ത റോസയുടെ ഇനം ഏതാണ്? മുള്ളില്ലാത്ത ടൈപ്പ് റോസയുടെ ഇനം ഏതാണ്? നിഷ്കാണ്ട്. അത് കാണ്ട് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, മുള്ളില്ല. ചേരന്മാരുടെ രാജകീയ മുദ്ര എന്തായിരുന്നു? ചേരന്മാരുടെ രാജകീയ മുദ്ര വില്ലായിരുന്നു, വില്ല്. ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്ര ശാഖയുടെ പിതാവ് ആര്? ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്ര ശാഖയുടെ പിതാവ് ഡോക്ടർ PR പിഷാരടി ആയിരുന്നു. കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യ അംഗം റോസമ്മ പുന്നൂസ്. കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യ അംഗമാണ് റോസമ്മ പുന്നൂസ്. ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവ്
ആര്? ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവാണ് DS സേനാനായകെ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയിട്ട് കരുതുന്ന പോലെ ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവായിട്ട് കരുതുന്നത് DS സേനാനായകയെയാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞൻ ഉർബൈൻ ലെ വെരിയർ. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയത് ഉർബൈൻ ലെ വെരിയർ ആയിരുന്നു. ഇനി കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ്. ഗുജറാത്തിലെ അലാങ് ആണ് കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത്. കപ്പലുകൾ പൊളിച്ച് അതായത് ഫുൾ പൊളിച്ചു മാറ്റുന്നത് അതെവിടെയാണ്? അലാങ്ങിലാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്ന വരണ്ട കാറ്റ് ഹർമാട്ടൻ. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്നതാണ് ഹർമാട്ടൻ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. മഹാത്മാഗാന്ധിയുടെ ഭാര്യയുടെ പേര്? കസ്തൂർബ ഗാന്ധി. നമുക്കറിയാം കസ്തൂർബ ഗാന്ധി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗം? പ്യൂർട്ടോറിക്ക ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് മിൽവോക്കി ഡീപ്പ്. 8648 മീറ്റർ ആണ് അതിൻ്റെ ആഴം. നവംബർ 26, 2011 വിക്ഷേപിച്ച ക്യൂരിയോസിറ്റി എന്ന പേടകം എന്നാണ് ചൊവ്വയിൽ ഇറങ്ങിയത്? 2011 നവംബർ 26 ക്യൂരിയോസിറ്റി എന്നൊരു പേടകം ചൊവ്വയിൽ വിക്ഷേപിച്ചു. അത് ആരാണ് വിക്ഷേപിച്ചത്? നിങ്ങൾക്കത് കമൻറ്റിൽ രേഖപ്പെടുത്താം. 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് അത് കമൻറ്റ് ചെയ്യുക. അത് ചൊവ്വയിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് 6, 2012 ഇസ്രയേലിൻ്റെ നാണയം ഏത്? ഷെക്കൽ. ഇസ്രയേലിൻ്റെ നാണയം ഷെക്കൽ. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത്? ലാലാ ലജ്പത് റായ് ആയിരുന്നു. ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ. സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അത് 1875 ആര്യസമാജം സ്ഥാപിച്ചത് ബോംബെയിൽ. ആദ്യത്തെ വനിതാ അംബാസിഡർ ആരായിരുന്നു? ആദ്യത്തെ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ഗാന്ധിജിയുടെ മരണവാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല എന്ന അനുശോചന സന്ദേശം അയച്ച വ്യക്തി ആരാണ്? അത് ബെർണാഡ് ഷായുടെ വാക്കുകളാണ്. ഗാന്ധിജിയുടെ മരണവാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന അനുശോചന സന്ദേശം അയച്ച വ്യക്തിയാണ് ബെർണാഡ് ഷാ. ജവഹർലാൽ നെഹ്റു തുറമുഖം അല്ലെങ്കിൽ നവശേവ തുറമുഖം. ഈ നവശേവ തുറമുഖമാണ് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്നത്. അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഫ്രെഡറിക് നിക്കോൾസൺ. പല്ലവ വംശത്തിൻ്റെ തലസ്ഥാനം കാഞ്ചീപുരം. കാഞ്ചീപുരം. കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ് ഏതാണ്? CMS പ്രസ്സാണ് കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്ന പ്രസ്. കോട്ടയത്തുള്ള CMS പ്രസ്സിലാണ് ആദ്യമായിട്ട് മലയാളം അച്ചടി നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആമസോണാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. ബോൾ പോയിന്റ് പെൻ കണ്ടുപിടിച്ചത് ആര്? ബോൾ പോയിന്റ് പെൻ കണ്ടുപിടിച്ചത് ജോൺ ലൗഡ് ആണ്. ജോൺ ലൗഡ്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കയാണ് വലുപ്പത്തിൽ 2ാം സ്ഥാനം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ശങ്കരാചാര്യരാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. പാകിസ്ഥാൻ അവിടെ ഒരു ഇടയ്ക്ക് കയറി വന്നതാണ് പാകിസ്ഥാൻ, അത് നോക്കണ്ട. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഓസ്ട്രേലിയ. വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന ജാപ്പനീസ് രീതി ബോൺസായ്. വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന ജാപ്പനീസ് രീതിയാണ് ബോൺസായ്. നേതാജിയുടെ തിരോധാനം അന്വേഷിച്ച ഏകാംഗ കമ്മീഷൻ
ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് അഥവാ നേതാജിയുടെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ. ചിന്ന മൗലാന എന്ന സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിന്ന മൗലാന ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാദസ്വരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഒരു 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഒരുപാട് പറയാത്തതാണ്. ഈ ഒരു 50 ചോദ്യങ്ങൾ പഠിക്കുക. അപ്പോൾ പ്യൂൺ അറ്റൻഡ് എക്സാമിനൊക്കെ കുറച്ച് വൈഡായിട്ട് തന്നെയാണ് എക്സാം ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തന്നെ കരുതുന്നു. ഇതിൻ്റെ മാത്സ് സെഷനിൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.